മഹാരാഷ്ട്രയിലെ ജൽന എന്ന സ്ഥലത്ത് സുകുമാരക്കുറുപ്പ് മോഡൽ ഒരു കൊലപാതകം അരങ്ങേറി. ഇൻഷുറൻസ് പൈസ തട്ടിയെടുക്കാൻ ഈ ഉത്തർപ്രദേശിലെ ഒരാളെ കാറിലിട്ട് കത്തിച്ച് കൊലപ്പെടുത്തി. കൊലപാതകത്തിന് സഹായം നൽകിയ രണ്ടുപേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ചേരുന്നു. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ നമ്മുടെ കുറുപ്പിൻ്റെ പരിപാടി അനുകരിക്കാൻ ലോകത്താരും ഉണ്ടാകില്ല എന്നായിരുന്നു എൻ്റെ ധാരണ. എന്തായാലും മഹാരാഷ്ട്ര അതിൻ്റെ ചരിത്രം തിരുത്തി എഴുതി. തീർച്ചയായും SKN കുറുപ്പിന്റെ കഥ അറിഞ്ഞിട്ടാണോ എന്നറിയില്ല. ഏതായാലും അതേ മട്ടിലുള്ള ഒരു കൊലപാതകമാണ് മഹാരാഷ്ട്രയിലെ ജൽനയിൽ സംഭവിച്ചിട്ടുള്ളത്. നിതിൻ പ്രഭാകർ എന്ന ആ വ്യക്തിയാണ്, നിതിൻ പ്രഭാകർ ഗാവ്ലി എന്നതാണ് ഈ പ്രതിയുടെ പേര്. ഈ പ്രതിയാണ് സന്ദീപ് ചവാൻ എന്നൊരാളെ കാറിലിട്ട് കത്തിച്ചതിന് ശേഷം ഒളിവിൽ പോയിരിക്കുന്നത്. താനാണ് കൊല്ലപ്പെട്ടത് എന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമം. 20 ലക്ഷം രൂപയോളം ഇൻഷുറൻസ് തുക കിട്ടുമെന്നതായിരുന്നു അയാൾ പ്രതീക്ഷിച്ചിരുന്നത്. അതിനുവേണ്ടി നടത്തിയ കൊലപാതകം. ഈ സന്ദീപ് ചവാൻ നാസിക്കിൽ പെയിന്റിംഗ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഉത്തർപ്രദേശ് തൊഴിലാളിയാണ്. അദ്ദേഹവുമായി സംഭാജി നഗറിൽ വെച്ച് ഈ കൊലപാതകം നടത്തിയ സംഘം പരിചയപ്പെടുത്തുന്നു. ഇയാളുമായി നിതിൻ പ്രഭാകറുമായി സാമ്യമുള്ള രൂപസാദൃശ്യമുള്ള ആളാണ് എന്ന് മനസ്സിലാക്കിയ ആണ് അങ്ങനെ ഒരു സൗഹൃദം സ്ഥാപിക്കുന്നത്. അവർ സംഭാജി നഗറിൽ വെച്ച് മദ്യപിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഈ കൊലപാതകം നടന്ന ഇടത്തേക്ക് എത്തി അയാളെ കൊന്നുകളഞ്ഞു. അതിനുശേഷം വാഹനത്തിലിട്ട് കത്തിച്ചു കളഞ്ഞു എന്നതാണ് മനസ്സിലാക്കുന്നത്. 31-ാം തീയതിയാണ് ഇങ്ങനെ കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു വാഹനവും അതിനുള്ളിൽ മൃതദേഹമൊക്കെ തന്നെ പോലീസ് കണ്ടെത്തുന്നത്. പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതി ആരാണ് എന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇയാളെ സഹായിച്ച രണ്ടുപേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ മുഖ്യപ്രതിയായ നിതിൻ പ്രഭാകർ ഇപ്പോഴും ഒളിവിലാണ്. അയാളെ കണ്ടെത്താനുള്ള ശ്രമമാണ്. അയാൾക്ക് കടബാധ്യതകൾ ഉണ്ടായിരുന്നു എന്നത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളും അദ്ദേഹം നേരിട്ടിരുന്നു എന്ന വിവരം കൂടി പോലീസ് പറയുന്നുണ്ട്. അതെന്താണ് എന്നതിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും പല പ്രതിസന്ധികൾ അയാൾക്കുണ്ടായിരുന്നു. ആ പ്രതിസന്ധി തീർക്കാനാണ് ഇങ്ങനെ ഒരു കൊലപാതകം അയാൾ നടത്തിയത്. SKN. താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ. എന്തായാലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന കക്ഷി ചാക്കോ എന്ന് പറയുന്ന പാവം ചെറുപ്പക്കാരനെ കാറിട്ട് കത്തിച്ച് ഇൻഷുറൻസ് പൈസ തട്ടിയെടുക്കാൻ ശ്രമിച്ചു. പിന്നെ അയാൾ കടന്നു കളഞ്ഞു. ഇന്ത്യയിൽ തന്നെ പുറം രാജ്യത്തെ കടന്നു. ഇയാളെ അന്വേഷിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പല നാടുകളിലും അലഞ്ഞു. സൗദി അറേബ്യ ഉൾപ്പെടെ പല നാടുകളിലും പോയി. അതിനിടയിൽ കേരളത്തിൽ നിന്ന് പോയ പോലീസുകാർ ഇയാളെ നേരിട്ട് ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു എന്നുള്ള വാർത്ത പരന്നിരുന്നു. പക്ഷേ സുകുമാരക്കുറുപ്പിനെ ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. കുറുപ്പെന്ന് കേട്ടാൽ പിടികിട്ടാത്ത ആ നരാധമനെ കുറിച്ചാണ് ആളുകൾ ഓർമ്മിക്കുക. അപ്പോൾ ആ മോഡലിൽ ഒരു പാതകം ഒരു മഹാരാഷ്ട്ര പോലൊരു സംസ്ഥാനം നടന്നു എന്ന് അറിയുമ്പോൾ നമുക്ക് സങ്കടം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.